1976-ലേറെ പ്രതിനിധികളാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പിന്തുണച്ചത്. വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച ശേഷമാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. തന്റെ വൈസ് പ്രസിഡന്റായി കമല ഹാരിസിനെ തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നെന്നും കമല ഹാരിസിനായി പ്രവർത്തിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ബൈഡന്റെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ധനസമാഹരണത്തിനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അക്കൗണ്ടിന്റെ പേര് ഹാരിസ് ഫോർ പ്രസിഡന്റ് എന്നാക്കുകയും ചെയ്തു. ആദ്യ 5 മണിക്കൂറിനുള്ളിൽ മാത്രം $4.67 കോടി സംഭാവന ലഭിച്ചതായാണ് വിവരം. ഷിക്കാഗോയിൽ ഓഗസ്റ്റ് 19 മുതൽ 22 വരെ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം. രാജ്യത്തുടനീളമുള്ള 4000 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ബറാക് ഒബാമയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ കറുത്ത വർഗ്ഗക്കാരിയായ പ്രസിഡന്റാകും കമല ഹാരിസ്. ദക്ഷിണേഷ്യൻ വംശജയായ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന റെക്കോർഡും കമല സ്വന്തമാക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.